കൊല്ലത്ത് നടന്ന CPIM സംസ്ഥാന സമ്മേളനം തെരഞ്ഞെടുത്ത സംസ്ഥാന കമ്മിറ്റിയുടെ AKG സെന്ററിലെ ആദ്യ യോഗം ഇന്നാണ് നടക്കുന്നത്. മധുരയിൽ ഏപ്രിൽ ആദ്യം നടക്കുന്ന പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കുന്ന കരട് രാഷ്ട്രീയ പ്രമേയം, പ്രവർത്തന റിപ്പോർട്ട് എന്നിവ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ഇന്നത്തെ യോഗം. സംസ്ഥാന സമിതിയിൽ അംഗത്വം നൽകാത്തതിനെതിരെ പരസ്യമായി പ്രതികരിച്ച പത്മകുമാറിനെതിരെ നടപടിയെടുക്കുന്നത് പരിഗണിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. അടുത്ത 3 വർഷക്കാലം പാർട്ടിയുടെ രാഷ്ട്രീയ അടവ് നയം എന്തായിരിക്കണമെന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നതിന് മുന്നോടിയായി CPIM കേന്ദ്ര കമ്മിറ്റി കരട് രാഷ്ട്രീയ പ്രമേയം നേരത്തെ തന്നെ പരസ്യമാക്കിയിരുന്നു. കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ വ്യക്തികൾക്കും ഘടകങ്ങൾക്കും ഭേദഗതികൾ നിർദ്ദേശിക്കാം. സംസ്ഥാന സമിതിയുടെ ഭേദഗതി നിർദ്ദേശങ്ങൾ തയ്യാറാക്കുകയാണ് ഇന്നത്തെ യോഗത്തിൻ്റെ പ്രധാന അജണ്ട. BJP സർക്കാരിനെ താഴെയിറക്കാൻ ഓരോ സംസ്ഥാനത്തെ സാഹചര്യത്തിനനുസരിച്ച് മതേതര ജനാധിപത്യ കക്ഷികളുമായി യോജിക്കാമെന്നാണ് കരട് രാഷ്ട്രീയ പ്രമേയം മുന്നോട്ട് വെക്കുന്ന സമീപനം. എന്നാൽ അതിനൊപ്പം പാർട്ടിയെ സ്വതന്ത്ര ശക്തിയായി വളർത്താനുതകുന്ന നടപടികളും വേണമെന്ന് രേഖ നിർദ്ദേശിക്കുന്നുണ്ട്. കണ്ണൂർ പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച രാഷ്ട്രീയ അടവ് നയം എത്ര കണ്ട് ഫലപ്രദമായി നടപ്പിലാക്കാനായി എന്നത് അവലോകനം ചെയ്തുകൊണ്ടുള്ള രേഖയും കേന്ദ്ര കമ്മിറ്റി കീഴ്ഘടകങ്ങൾക്ക് നൽകിയിരുന്നു. ഇതേപ്പറ്റിയുള്ള ചർച്ചയും നിലപാട് സ്വരൂപിക്കലും ഇന്നത്തെ സംസ്ഥാന സമിതിയുടെ അജണ്ടയിലുണ്ടാകും. പുതിയ സംസ്ഥാന സമിതി തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ഉയർന്ന ആക്ഷേപങ്ങളിൽ പരിശോധനയോ നടപടിയോ ഉണ്ടാകുമെന്നതാണ് യോഗത്തെ ചുറ്റിപ്പറ്റി ഉയരുന്ന ആകാംക്ഷ. പത്തനംതിട്ടയിലെ മുതിർന്ന നേതാവ് പത്മകുമാറാണ് കടുത്ത പ്രതികരണം നടത്തിയത്. വിഷയം സംസ്ഥാന നേതൃത്വത്തെ ധരിപ്പിച്ച പത്തനംതിട്ടയിലെ ജില്ലാ നേതൃത്വം നിർദ്ദേശത്തിന് കാക്കുകയാണ്. 24 തിരുവനന്തപുരം.